Hello everyone, welcome to Ernest Academy. Kerala Public Service Commission, Laboratory Technician, Grade 2 in Insurance Medical Service, Health Service and Ayurveda College. Already notification കൊടുത്തു നമുക്കിപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൈക്രോബയോളജിയുടെ ഒരു ക്ലാസ് ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോബയോളജി എന്ന് പറയുമ്പോഴേ അറിയാം മൈക്രോ ഓർഗാനിസംസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ലബോറട്ടറി ടെക്നീഷ്യൻ ആ ഒരു പോസ്റ്റിലേക്ക് മൈക്രോബയോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ് തന്നെ വളരെ വലുതാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസിൽ മൈക്രോബയോളജിയിൽ നിന്നും നമുക്കൊരു 30 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വേണ്ടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. മൈക്രോബയോളജി 5 മൊഡ്യൂളുകളായിട്ടാണ് സിലബസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ജനറൽ മൈക്രോബയോളജി ആണ്. ജനറൽ മൈക്രോബയോളജി അതില് സ്റ്റാർട്ടിങ് വരുന്നത് ഹിസ്റ്ററി, മൈക്രോബയോളജി എന്താണ്, മൈക്രോബയോളജിയുടെ ഹിസ്റ്ററി, സ്റ്റെറിലൈസേഷൻ, അത് എൻഡ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിലാണ്. അതായത് മൈക്രോബയോളജിയിൽ നമ്മൾ ഒരു ബേസിക് മൈക്രോബയോളജിക്കൽ അനാലിസിസിൽ നമ്മൾ പാലിക്കേണ്ട സ്റ്റെറിലൈസേഷനും കൾച്ചർ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഒരു ലബോറട്ടറിയിലെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്, ലബോറട്ടറിക്കൽ ഹൈജീൻ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത്, പിന്നെ ഫൈനലി മൈക്രോസ്കോപ്പ്. അത്രയാണ് ആ ഒരു മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ബാക്ടീരിയോളജി ആണ്. അതായത് ബാക്ടീരിയ, സ്റ്റഡി ഓഫ് ബാക്ടീരിയാസ് ആണ് ബാക്ടീരിയോളജി. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് പാരസൈറ്റോളജി ആണ്. സ്റ്റഡി ഓഫ് പാരസൈറ്റ്, പ്രോട്ടോസോവ, ഹെൽമിന്തുകളൊക്കെ വരുന്നത്. അതും അതുപോലെ തന്നെ മോർഫോളജി, അതിന്റെ സ്ട്രക്ചറിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഡയഗ്നോസിസ് വരെ എത്തി നിൽക്കുന്നു. പിന്നെ മൊഡ്യൂൾ 4 മൈക്കോളജി. മൈക്കോളജി എന്ന് പറയുമ്പോൾ ഓർക്കുക സ്റ്റഡി ഓഫ് ഫംഗസ് ആണ് മൈക്കോളജി. അതും ബേസിക് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷനിൽ നിന്ന് തുടങ്ങി ഫംഗൈന്റെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം കഴിഞ്ഞ് ഫംഗൽ ഡിസീസസും ക്ലിനിക്കൽ മൈക്കോളജിയും ഒക്കെ കഴിഞ്ഞ് ഒരു മൈക്രോസ്കോപ്പിക് സാമ്പിളിന്റെ പ്രോസസ്സിങ്ങും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ മൊഡ്യൂൾ 5 ആണ് വൈറോളജി. വൈറോളജി എന്ന് പറയുമ്പം സ്റ്റഡി ഓഫ് വൈറസ് ആണ്. വൈറസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൈറസുകളെല്ലാം തന്നെ എസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അതായത് ദേ ഡു നോട്ട് ഹാവ് എ സെൽ. പക്ഷേ ഒരു ഹോസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ലിവിങ് സെല്ലിനെ കിട്ടിക്കഴിഞ്ഞാൽ ദേ ബിക്കം ആക്റ്റീവ് ആൻഡ് മൾട്ടിപ്ലൈ. അങ്ങനെയാണ് ഡിസീസസ് ഒക്കെ കോസ് ചെയ്യുന്നത്. പക്ഷെ ഔട്ട്സൈഡ് ദ സെൽ ദേ ആർ വെരി ഇൻആക്റ്റീവ് ആൻഡ് ദേ ആർ എ സെല്ലുലാർ ഓർഗാനിസംസ് ആൻഡ് ദേ ഡു നോട്ട് ഹാവ് എ സെൽ. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് മൈക്രോബയോളജിയിൽ വരുന്നത്. ഈ സിലബസ് വളരെയധികം ഒരു ലബോറട്ടറി ആസ്പെക്റ്റിൽ തന്നെയാണ് സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ഫസ്റ്റ് ഒരു മൊഡ്യൂളിൽ മാത്രമേ നമുക്ക് അത്രയും ഒരു തിയറി പാർട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാം തന്നെ എക്സ്പെരിമെന്റൽ ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ലെവൽ തന്നെയാണ് സിലബസ് വന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക് തുടങ്ങി ഒരു മൈക്രോബയോളജി ലാബിലേക്ക് നമ്മൾ അനാലിസിസിന് ചെല്ലുമ്പോൾ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സിലബസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ നീതു മോഹൻ, ക്ലാസ്സസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ മൈക്രോബയോളജിയുടെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ മൈക്രോബയോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ബേസിക്കലി നമുക്ക് ആ ഒരു ടൈറ്റിലിൽ തന്നെ മനസ്സിലാവും മൈക്രോ ബയോളജി, മൈക്രോ ഓർഗാനിസംസിന്റെ സ്റ്റഡി. ലോജി മീൻസ് സ്റ്റഡി. ലോജി എന്ന് പറയുന്നത് സ്റ്റഡിയാണ്. അപ്പോ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് മൈക്രോബയോളജി. ഈ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ അതിന്റെ ഡെഫിനിഷൻ തന്നെ കൂടെ വരുന്നുണ്ട്. ഈ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് ദേ ആർ ദ ബയോളജിക്കൽ എൻറ്റിറ്റീസ് ടു സ്മോൾ ടു ബി സീൻ വിത്ത് ദ അൺഎയ്ഡഡ് ഐ. അതായത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വളരെ ചെറിയ ഒരു ബയോളജിക്കൽ എൻറ്റിറ്റീസ് ആണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഡെഫിനേഷൻ നമുക്ക് പറയാം, ദീസ് മൈക്രോ ഓർഗാനിസംസ് ആർ ബയോളജിക്കൽ എൻറ്റിറ്റീസ് ദാറ്റ് ആർ സീൻ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ബയോളജിക്കൽ എൻറ്റിറ്റീസിനെയും മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയാം. ഈ മൈക്രോബയോളജി തന്നെ ഒരുപാട് ആസ്പെക്ട്, ജനറലി നമ്മൾ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസം എന്നാണ് പറയുന്നതെങ്കിലും മൈക്രോ ഓർഗാനിസംസിന്റെ പല ആസ്പെക്റ്റുകളാണ് മൈക്രോബയോളജിയിൽ പഠിക്കാനുള്ളത്. അതായത്
ബേസിക്കലി നമ്മുടെ ഈ സിലബസ് നമുക്ക് എക്സാം ഓറിയന്റഡ് ആണ്. പക്ഷെ അതിനും അതീതമായിട്ട് ഒരു മൈക്രോബിയൽ സെൽ എന്താണ്, ഇപ്പൊ മൈക്രോ ഓർഗാനിസംസ് തന്നെ പലതരത്തിലുണ്ട്. ബാക്ടീരിയാസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, വൈറസ് ഉണ്ട്, പാരസൈറ്റുകളുണ്ട്. അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് എല്ലാം ഉണ്ട്. ഇപ്പൊ ഈ മൈക്രോ ഓർഗാനിസംസിന്റെ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് അവർ കാണിക്കുന്നത്. അവരുടെ സെല്ലിന്റെ സ്ട്രക്ചർ ആയാലും, അവരുടെ മെറ്റബോളിസം ആയാലും, ഡൈവേഴ്സിറ്റി ആയാലും, ജനറ്റിക്സ് ആയാലും, ഇവല്യൂഷൻ ആയാലും, ഇതെല്ലാം തന്നെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ് അവര് കാണിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ഡിഫറൻസുകൾ എല്ലാ ഓർഗാനിസത്തിനും ഉണ്ട്. ബാക്ടീരിയയുടെ സ്ട്രക്ചർ ആയിരിക്കില്ല വൈറസിന്റെ സ്ട്രക്ചർ ആയിരിക്കില്ല പാരസൈറ്റ്സിന്, ആ സ്ട്രക്ചർ ബാക്ടീരിയയുടെ സ്ട്രക്ചർ ആയിരിക്കില്ല ഫംഗസിന്റെ സ്ട്രക്ചർ. ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ്. മെറ്റബോളിസം എന്ന് പറയുന്നത് ദി കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ആർ ഹാപ്പനിങ് വിത്തിൻ ദ മൈക്രോബിയൽ സെൽ, അതാണ് മെറ്റബോളിസം. ബാക്ടീരിയൽ മെറ്റബോളിസവും വൈറൽ മെറ്റബോളിസവും എല്ലാം വളരെ ഡിഫറെന്റ് ആണ്. ബിക്കോസ് ഒരു സെല്ലിന് പുറത്തിരിക്കുകയാണെങ്കിൽ ദീസ് വൈറസ് വിൽ ബി ഇനാക്റ്റീവ്. പക്ഷെ ഒരു സെല്ലിലേക്ക് വരുമ്പോഴത്തേന്, ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ വൈറസ് ബിക്കം വെരി ആക്റ്റീവ് ആൻഡ് ദി മൾട്ടിപ്ലൈ. പിന്നെ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ മെയിൻലി ഓർക്കേണ്ടത് വെറൈറ്റി ആൻഡ് വേരിയബിലിറ്റി. വെറൈറ്റി എന്ന് പറയുമ്പോൾ വൈവിധ്യം, വേരിയബിലിറ്റി എന്ന് പറയുമ്പോൾ വ്യത്യാസം. അപ്പൊ വൈവിധ്യവും വ്യത്യാസവും അടങ്ങിയിരിക്കുന്ന ഒരു ആസ്പെക്റ്റ് ആണ് മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൈക്രോബിയൽ ജനറ്റിക്സ്, DNA, RNA അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ജനറ്റിക്സിൽ വരും. പിന്നെ എവല്യൂഷൻ, ഈ മൈക്രോ ഓർഗാനിസംസിന്റെ ഹൗ ദേ ഇവോൾവ് എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് ഒരു ആസ്പെക്റ്റ് ആണ് ഇക്കോളജി. എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇക്കോസിസ്റ്റത്തിനെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ഇക്കോളജി എന്ന് പറയുന്നത്. ഇനി ഈ ഇക്കോസിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? മലയാളത്തിൽ നമുക്ക് ആവാസ വ്യവസ്ഥ എന്നൊക്കെ പറയാം. പക്ഷെ ഈ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കോമ്പണൻസ്. ബയോട്ടിക്കും എബയോട്ടിക്കുമായിട്ടുള്ള കോമ്പണൻസിന്റെ ഇന്ററാക്ഷനെയാണ് നമ്മൾ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആ ഇക്കോസിസ്റ്റത്തിന്റെ സ്റ്റഡിയാണ് ഇക്കോളജി. So ecology means the branch of biology which deals with the study of ecosystem, and this ecosystem is the interaction between biotic and abiotic components. ഇനി ബയോട്ടിക് എബയോട്ടിക് കോമ്പണൻസ് എന്ന് പറയുമ്പോൾ ലിവിങ് നോൺ ലിവിങ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബയോട്ടിക് മീൻസ് ലിവിങ്, ബയോ മീൻസ് ലൈഫ്. അപ്പോൾ ലൈഫ് ഉള്ള ഓർഗാനിസംസ് ആണ് ബയോട്ടിക് ഓർഗാനിസം. എബയോട്ടിക് എന്ന് പറയുമ്പോൾ നോ ലൈഫ്, നോൺ ലിവിങ് ഓർഗാനിസംസ് ആണ്, അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ള കോമ്പണൻസിനെയാണ് എബയോട്ടിക് കോമ്പണൻസ് എന്ന് പറയുന്നത്. ബയോട്ടിക് കോമ്പണൻസ് എന്ന് വരുമ്പോൾ നമുക്ക് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് എല്ലാം തന്നെ വരും. എബയോട്ടിക് കോമ്പണൻസ് എന്ന് പറയുമ്പോൾ സോയില്, റോക്ക്, മിനറൽസ്, പിന്നെ വിൻഡ്, ഹ്യൂമിഡിറ്റി, pH, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കോമ്പണൻസ് എല്ലാം ആണ് എബയോട്ടിക് കോമ്പണൻസ്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസും ഈ എബയോട്ടിക് കോമ്പണൻസും തമ്മിൽ ഹൗ ദേ ഇന്ററാക്ട്, അതും ഒരു മൈക്രോബയോളജിക്കൽ ആസ്പെക്ട് ആണ്. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് ആണ് റോൾസ് ഇൻ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. മൈക്രോ ഓർഗാനിസംസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡൈവേഴ്സിറ്റിയും ജനറ്റിക്സും ഒക്കെ പറയുന്നെങ്കിലും ദേ ആർ ദ കോസറ്റീവ് ഓർഗാനിസംസ് ഫോർ ഡിഫറെന്റ് ഇൻഫെക്ഷൻസ്. പല ഇൻഫെക്ഷൻസിന്റെയും കോസറ്റീവ് ഓർഗാനിസംസ് ആണ് ഈ മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസും അതിന്റെ റോൾ ഇൻ ഇൻഫെക്ഷ്യസ് ഡിസീസസ്, അതാണ് ഫൈനലി വരുന്ന ആസ്പെക്ട്. ഇനി ഈ സയന്റിസ്റ്റുകൾ, those who study these microorganisms, or those people who study microbiology, they are called മൈക്രോബയോളജിസ്റ്റ്. ഇതാണ് ശരിക്കും ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം വരുന്നത് നമ്മുടെ ഈ മൈക്രോബയോളജിയിൽ മൈൽ സ്റ്റോൺ ആയിട്ട് കുറച്ച് കോൺട്രിബ്യൂഷൻസ് നടത്തിയ സയന്റിസ്റ്റുകളുടെ പേരാണ്. അപ്പോൾ ദ ഫസ്റ്റ് പേഴ്സൺ ടു സീ ബാക്ടീരിയ വാസ് ദ ഡച്ച് മൈക്രോസ്കോപ്പിസ്റ്റ് ആന്റോണി വാൻ ലുവൻഹോക്ക്. ആന്റോണി വാൻ ലുവൻഹോക്ക് ആണ് ആദ്യമായിട്ട് ബാക്ടീരിയൽ സെൽസിനെ എക്സാമിൻ ചെയ്ത സയന്റിസ്റ്റ്. He used simple microscopes for the
examination of bacteria. ഈ സിമ്പിൾ മൈക്രോസ്കോപ്പില് പ്രത്യേകത എന്ന് പറയുന്നത് they have a single lens. സിംഗിൾ ലെൻസുകൾ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്ത ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ആന്റോണി വാൻ ലുവൻഹോക്ക് he first see the bacteria. നെക്സ്റ്റ് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്തത് ലൂയിസ് പാസ്റ്റർ ആണ്. ലൂയിസ് പാസ്റ്റർ ഒരു 1822 മുതൽ ഒരു 1895 വരെയാണ് അദ്ദേഹം കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തിയത്. ഒരു ഫ്രഞ്ച് കെമിസ്റ്റ് ആണ്. ആൻഡ് ഹി ഹാസ് മെയിൻലി മൈക്രോബയോളജിയിൽ കൊടുത്തൊരു ജേം തിയറി ഓഫ് ഡിസീസ് ആണ് അദ്ദേഹം മൈക്രോബയോളജിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതുകൂടാതെ തന്നെ പാസ്ചറൈസേഷൻ, ഫെർമെന്റേഷൻ ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. പിന്നെ അതുകൂടാതെ തന്നെ ജർമ്മൻ ഫിസിഷ്യൻ ആയിട്ടുള്ള റോബർട്ട് കോച്ച് ആണ്. കോച്ച് എന്ന് പറയുന്നത് കോച്ച് പോസ്റ്റുലേറ്റ്സ് മൈക്രോബയോളജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് റോബർട്ട് കോച്ച് ആണ്. അതുകൂടാതെ തന്നെ ഡച്ച് മൈക്രോബയോളജിസ്റ്റ് മാർട്ടിനസ് ബെയ്ജറിംഗ്. ബെയ്ജറിംഗ് എന്ന് പറയുന്നത് ഒരു സോയിൽ മൈക്രോബയോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ബെയ്ജറിംഗ് എന്നൊക്കെ പറയുന്നത് സോയിൽ മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ ഡിസ്കവർ ചെയ്തത്. ലാസ്റ്റ് വിനോഡ് ഗ്രാസ്കിയും സോയിൽ മൈക്രോബയോളജിസ്റ്റ് ആണ് കൂടുതൽ പറയുക. കൂടാതെ തന്നെ സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയാസിനെയൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് വിനോഡ് ഗ്രാസ്കി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 5 സയന്റിസ്റ്റിന്റെ പേര് ഓർത്തു വെക്കുക: ആന്റോണി വാൻ ലുവൻഹോക്ക്, ലൂയിസ് പാസ്റ്റർ, റോബർട്ട് കോച്ച്, മാർട്ടിനസ് ബെയ്ജറിംഗ് ആൻഡ് സെർജി വിനോഡ് ഗ്രാസ്കി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് സിലബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. കാരണം നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ ഒരു പ്രത്യേകം ഒരു ടോപ്പിക് വരുന്നുണ്ട്. അപ്പൊ അന്നേരത്തേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നോക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് വാട്ട് ആർ ദ സബ് ഡിസിപ്ലിൻസ് ഓഫ് മൈക്രോബയോളജി. മൈക്രോബയോളജിയുടെ സബ് ഡിവിഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ സബ് ഡിവിഷൻസ് എന്ന് പറയുമ്പോൾ ഒരു 14 സബ് ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഡിവിഷനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെതായ ഒരു ഡിസിപ്ലിനിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പേര് കൊടുത്ത് ഈ 14 ഡിസിപ്ലിൻസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് അഗ്രികൾച്ചറൽ ഓർ സോയിൽ മൈക്രോബയോളജി. അഗ്രികൾച്ചർ ഓർ സോയിൽ മൈക്രോബയോളജി മെയിൻലി അത് ഫോക്കസ് ചെയ്യുന്നത് മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി ആൻഡ് പ്രോസസ്സസ് ഇൻ സോയിൽ. ഇപ്പൊ മൈക്രോ ഓർഗാനിസംസ് ആർ എവ്രിവെയർ. അതായത് എയറിലുണ്ട്, വാട്ടറിലുണ്ട്, സോയിലിലുണ്ട്, ലിവിങ് ഓർഗാനിസംസിലുണ്ട്. അപ്പോൾ ഈ സോയിലിലെ മൈക്രോബിയൽ ഡൈവേഴ്സിറ്റിനെ പറ്റി പഠിക്കുന്ന ഒരു സബ് ഡിസിപ്ലിൻ ആണ് സോയിൽ മൈക്രോബയോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് അക്വാട്ടിക് മൈക്രോബയോളജി. അക്വാട്ടിക് മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ ഓർക്കുക വിച്ച് ഇസ് റിലേറ്റഡ് ടു വാട്ടർ ആണ്. അപ്പോൾ മൈക്രോബിയൽ പ്രോസസ്സസ് ഇൻ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ comes under the subdiscipline of aquatic microbiology. തേർഡ് വൺ ആണ് ബയോടെക്നോളജി. ബയോടെക്നോളജി എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസംസിനെ ഉപയോഗിച്ചിട്ട് വാല്യുബിൾ പ്രോഡക്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജിയാണ് ബയോടെക്നോളജി. ഫോർത്ത് വൺ ജീനോമിക്സ്. ജീനോമിക്സ് എന്ന് പറയുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസിന്റെ ജനറ്റിക് ഡേറ്റ കൺവൈൻഡ് ചെയ്ത് സീക്വൻസിങ് ഒക്കെ നടത്തി അത് വെച്ച് അനലൈസ് ചെയ്യുന്ന സബ് ഡിസിപ്ലിൻ ആണ് ജീനോമിക്സ്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നതാണ് ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് മൈക്രോബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ ഇമ്മ്യൂൺ റെസ്പോൺസസ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഹ്യൂമൻ ബോഡിയിൽ ഒരു മൈക്രോ ഓർഗാനിസം അറ്റാക്ക് ചെയ്താൽ നമ്മുടെ ബോഡി തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു മൈക്രോ ഓർഗാനിസവും ഒരു ലിവിങ് ബോഡിയുമായിട്ടുള്ള ഒരു ഇമ്മ്യൂൺ ഡിഫൻസ് മെക്കാനിസത്തിനൊക്കെ പറ്റി പഠിക്കുന്ന ഒരു സബ് ഡിസിപ്ലിൻ ആണ് ഇമ്മ്യൂണോളജി. ഫിഫ്ത്ത് വൺ കഴിഞ്ഞു. സിക്സ്ത് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. അത് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും മൈക്രോ ഓർഗാനിസംസും അതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസും ആണ് വരുന്നത്. കൂടുതലായിട്ടും ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ഷൻ, ആന്റിബയോട്ടിക് പ്രൊഡക്ഷൻ, പിന്നെ നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ടുള്ള അങ്ങനെയുള്ള കുറെ കോമ്പണൻസ് ഒക്കെ വരുന്നത് എല്ലാം തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എല്ലാമാണ്. സെവൻത് വൺ ആണ് മെഡിക്കൽ മൈക്രോബയോളജി. അതായത് പ്യൂർലി ഇൻ ദ മെഡിക്കൽ ഫീൽഡ്. അതായത് പാത്തജൻസ് എന്ന് പറയുന്നത് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസിനെയാണ് പാത്തജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ പാത്തജൻസിന്റെ നേച്ചർ
പാത്തജൻസിന്റെ എങ്ങനെയാണ് ഒരു ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്, ദെൻ ഹൗ ക്യാൻ വി കൺട്രോൾ ദീസ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്, ഇത്രയും വരുന്നതാണ് മെഡിക്കൽ മൈക്രോബയോളജി. 8th വൺ എന്ന് പറയുന്നത് മൈക്രോബിയൽ ബയോകെമിസ്ട്രി ആണ്. മൈക്രോബിയൽ ബയോകെമിസ്ട്രിയിൽ വരുന്നത് എൻസൈംസ് എന്താണ്, കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ സെൽ, സ്ട്രക്ചറൽ ബയോളജി. എൻസൈംസ് എന്ന് പറയുമ്പോൾ ദേ ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ് എൻസൈംസ്. കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് those chemical substances which can vary the rate of a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ വേരി ചെയ്യിക്കാൻ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്. അതുകൊണ്ടാണ് വേരി എന്നുള്ളൊരു വാക്ക്. വേരി എന്ന് വെച്ചാൽ ചേഞ്ച് എന്നുള്ളൊരു മീനിങ്ങേ ഉള്ളൂ. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യിക്കാനോ ഉപയോഗിക്കുന്ന ബയോ കാറ്റലിസ്റ്റ് എൻസൈമിനെയാണ് എൻസൈം എന്ന് പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ പറ്റി പഠിക്കുന്ന സബ് ഡിസിപ്ലിൻ ആണ് മൈക്രോബിയൽ ബയോകെമിസ്ട്രി. 9th വൺ ആണ് മൈക്രോബിയൽ ഇക്കോളജി, മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി ആൻഡ് ആക്ടിവിറ്റി ഇൻ ദ നാച്ചുറൽ ഹാബിറ്റാറ്റ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബയോട്ടിക് എബയോട്ടിക് കോമ്പണൻസിന്റെ ഇന്ററാക്ഷൻ. 10th വൺ ആണ് മൈക്രോബിയൽ ജെനറ്റിക്സ് എന്ന് പറയും. മൈക്രോ ഓർഗാനിസംസും അതിന്റെ ജീൻസും ഹെറിഡിറ്ററിയും അതിന്റെ വേരിയേഷൻസും ഒക്കെ പഠിക്കുന്നതാണ് മൈക്രോബിയൽ ജെനറ്റിക്സ്. 11th വൺ മൈക്രോബിയൽ ഫിസിയോളജി. മൈക്രോ ഓർഗാനിസംസ്, അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അവരുടെ ഉള്ളിലെ കെമിക്കൽ റിയാക്ഷൻസ്, മെറ്റബോളിസം, ഹൗ ദേ ആർ മേക്കിംഗ് എനർജി, എത്ര ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ആണ് മൈക്രോബിയൽ ഫിസിയോളജി. 12th വൺ ആണ് മൈക്രോബിയൽ സിസ്റ്റമാറ്റിക്സ്. മൈക്രോബിയൽ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ ഓർക്കുക നെയിമിംഗ് ആണ് നോമൻക്ലേച്ചർ, നെയിമിംഗ്. 13 ആണ് മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ബ്രാഞ്ച് അല്ലെങ്കിൽ സബ് ഡിസിപ്ലിൻ ഓഫ് മൈക്രോബയോളജി ആണ്. നമ്മുടെ DNA, RNA, ന്യൂക്ലിക് ആസിഡ്സ്, പ്രോട്ടീൻസ്, റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ എല്ലാം വരുന്നത് ഈ മോളിക്കുലാർ ബയോളജിയിലാണ്. 14th വൺ ആണ് വൈറോളജി. വൈറോളജി എന്ന് പറയുമ്പോഴും ഓർക്കുക സ്റ്റഡി ഓഫ് വൈറസസ്. എന്താണ് വൈറസ്, വൈറൽ സ്ട്രക്ചർ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈറസ് ആണ്, സബ് വൈറൽ പാർട്ടിക്കിൾസ്, ഇതെല്ലാം കംപ്ലീറ്റഡ് ആവുന്ന ഒരു ഡിസിപ്ലിൻ ആണ് വൈറോളജി എന്ന് പറയുന്നത്. ഇപ്പൊ അഗ്രികൾച്ചർ അല്ലെങ്കിൽ സോയിൽ മൈക്രോബയോളജി, അക്വാട്ടിക് മൈക്രോബയോളജി, ബയോടെക്നോളജി, ജീനോമിക്സ്, ഇമ്മ്യൂണോളജി, ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി, മെഡിക്കൽ മൈക്രോബയോളജി, മൈക്രോബിയൽ ബയോകെമിസ്ട്രി, മൈക്രോബിയൽ ഇക്കോളജി, മൈക്രോബിയൽ ജെനറ്റിക്സ്, മൈക്രോബിയൽ ഫിസിയോളജി, മൈക്രോബിയൽ സിസ്റ്റമാറ്റിക്സ്, മോളിക്കുലാർ ബയോളജി, വൈറോളജി. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക, അറിഞ്ഞു വെച്ചിരിക്കുക. എന്ത് ഡിസിപ്ലിൻ എന്തിലേക്കാണ്, എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോബയോളജി എന്ന് പറയുമ്പോഴേ തന്നെ ഓർക്കേണ്ടത് മെയിൻ കോമ്പണന്റ് അല്ലെങ്കിൽ മെയിൻ സ്റ്റാർ ഓഫ് ദ ഷോ എന്നൊക്കെ പറയുന്നത് മൈക്രോ ഓർഗാനിസംസ് തന്നെയാണ്. ഈ മൈക്രോ ഓർഗാനിസംസിനെ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് മൈക്രോ ഓർഗാനിസംസിനെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. പ്രോ കാരിയോട്സും യു കാരിയോട്സും. ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളൊരു 8th സ്റ്റാൻഡേർഡിലൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു കുറച്ച് നമ്മൾ ആ ഒരു സെല്ല് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ പ്രോ കാരിയോട്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ബാക്ടീരിയയും ആർക്കിയും. ബാക്ടീരിയയും ആർക്കി ബാക്ടീരിയയും അത് രണ്ടുമാണ് പ്രോ കാരിയോട്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്. അതിനെ പ്രോകാരിയോട്സ് എന്ന് വിളിക്കാൻ കാരണം ദ ഡു നോട്ട് ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അവർക്കൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസും ഇല്ല, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസും ഇല്ല. അതുകൊണ്ടാണ് അവരെ പ്രോകാരിയോട്സ് എന്ന് വിളിക്കുന്നത്. ഞാനൊരു ഫിഗർ കാണിക്കാം. അപ്പൊ ഇതാണ് ഒരു പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസം. പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോൾ മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ടീരിയയും ആർക്കിയാണ് പ്രോകാരിയോട്സ്. അവർക്കൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടൊരു ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസിനകത്താണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സെൽ ഓർഗനൽസ് ഒന്നും തന്നെ കറക്റ്റ് ആയിട്ട് പ്രസന്റ് അല്ല പ്രോകാരിയോട്സിൽ. പക്ഷെ യൂകാരിയോട്സിൽ വരുമ്പോൾ ദേ ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അവയ്ക്ക് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്, കറക്റ്റ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ്. ഈ സെൽ ഓർഗനൽസും ന്യൂക്ലിയസും ഒക്കെ കമ്പൈൻഡ് ആയിട്ടാണ് ഈ സെല്ലിന്റെ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. അതാണ് ഒരു പ്രോകാരിയോട്ടും യൂകാരിയോട്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ആർക്കി പല ടൈപ്പ്
ക്ലാസിഫിക്കേഷൻ അവർക്ക് പറയുന്നുണ്ട്. ഒന്ന് ഫൈലോജനറ്റിക് ഡിസ്റ്റിങ്ഷൻ, മോർഫോളജിക്കൽ സ്ട്രക്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ബയോകെമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ട്രീറ്റ്. അത് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് അവരുടെ സ്ട്രക്ചറൽ ആൻഡ് മോർഫോളജിക്കൽ ഡിഫറൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ബാക്ടീരിയ അല്ലെങ്കിൽ ആർക്കി മെയിൻ ആയിട്ട് 4 മോർഫോളജിക്കൽ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് കോക്കസ്. ഒരു സ്പെറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയസിനെ പറയുന്ന പേരാണ് കോക്കസ് എന്ന്. COCCUS, കോക്കസ്. സെക്കൻഡ് വൺ ആണ് ബാസിലസ്. അതായത് റോഡ് ഷേപ്ഡ് ഓർഗാനിസംസ് ആണ് ബാസിലസ്. സ്പൈറൽ ഷേപ്ഡ് ഓർഗാനിസംസിനെ സ്പൈറലം എന്ന് വിളിക്കും. പിന്നെ ലാസ്റ്റ് കാറ്റഗറിയാണ് സ്പൈറോക്കീറ്റ്സ്. അത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്പൈറൽസ് ആണ് സ്പൈറോക്കീറ്റ്സ്. അപ്പൊ കോക്കസ്, ബാസിലസ്, സ്പൈറലം ആൻഡ് സ്പൈറോക്കീറ്റ്സ്. കോക്കസ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ദേ ആർ സ്പെറിക്കൽ ഇൻ ഷേപ്പ്. ബാസിലസ് എന്ന് പറയുമ്പോൾ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. സ്പൈറലം എന്ന് പറയുമ്പോൾ സ്പൈറൽ ഷേപ്ഡ് ആണ്. സ്പൈറോക്കീറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു സ്പൈറൽ ഷേപ്പ് ഫോം ചെയ്യുന്നതാണ് സ്പൈറോക്കീറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഒരു ബാക്ടീരിയയുടെ മോർഫോളജിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി യൂകാരിയോട്സിനെ പറ്റി കുറച്ചും കൂടി ഇൻഡെപ്തിൽ പറയുകയാണെങ്കിൽ, യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ദേ ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് സെൽ ഓർഗനൽസ്. സെൽ ഓർഗനൽസ് എല്ലാം അവരുടെ സെല്ലിന് വേണ്ടിയുള്ള ഫങ്ഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫംഗസ്, പ്രോട്ടോസോവ, ആൽഗി ആൻഡ് സം ഓഫ് ദി പാരസിറ്റിക് വോംസ്. അതിൽ ഫംഗസിനെ ആദ്യമായിട്ട് എടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്ലാന്റ് സെൽ വാളിനെ പോലെ തന്നെ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സെൽ വാള് കീപ്പ് ചെയ്യുന്ന യൂകാരിയോട്സ് ആണ് ഫംഗസ് എന്ന് പറയുന്നത്. ഈ ഫംഗസ് എന്ന് പറയുന്നത് ഒരു ഫിലമെന്റ് സ്ട്രക്ചർ ആണ്. ഒരു റിജിഡ് ആയിട്ടുള്ള സെൽ വാൾ ഉണ്ട്, പക്ഷെ ദേ ആർ നോൺ മോട്ടൈൽ. നോൺ മോട്ടൈൽ എന്ന് പറയുമ്പോൾ നോൺ മൂവിങ്. പക്ഷെ ഈ ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്ലാന്റ്സിനെ പോലെ സെൽ വാൾ ഉണ്ടെങ്കിലും പ്ലാന്റ്സിനെ പോലെ അവർക്ക് ക്ലോറോഫിൽ പ്രസന്റ് അല്ല. ക്ലോറോഫിൽ പ്രസന്റ് അല്ല. ക്ലോറോഫിൽ ആണ്, പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ, വിച്ച് ഇൻപാർട്ട് ഗ്രീൻ കളർ ടു ദ പ്ലാന്റ്സ്. അത് ഫോട്ടോസിന്തറ്റിക് കോമ്പണന്റും ആണ്. അതുകൊണ്ട് തന്നെ നോൺ ഫോട്ടോസിന്തറ്റിക് ആണ് ഫംഗസ്. അപ്പൊ ഫംഗസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഹാവ് റിജിഡ് സെൽ വാൾ, ദേ ആർ നോൺ മോട്ടൈൽ, they lack chlorophyll. The pigment chlorophyll is lacking in the fungus. Since they are lacking chlorophyll, they are non-photosynthetic. ഈ ഫംഗസ് ഗ്രോ ചെയ്യുന്നത് മെയിൻലി ഡെഡ് ആൻഡ് ഡീക്കേഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ മാറ്ററിലാണ് ഈ ഫംഗസ് സബ്സൈഡ് ചെയ്യുന്നത്. ഇത്രയാണ് ഫംഗസിനെ പറ്റി. ഇനി ഫംഗസ് എക്സിസ്റ്റ് ഇൻ 2 ബേസിക് ഫോംസ്. 2 ഫോമിലാണ് ഫംഗസ് എസ്പെഷ്യലി എക്സിസ്റ്റ് ചെയ്യുന്നത്. First one is called mold and second one is called yeast. Mold, yeast, ഈ 2 ഫോമിലാണ് ഫംഗസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ തന്നെ മോൾഡ് നോക്കുകയാണെങ്കിൽ, മോൾഡ് കൺസിസ്റ്റ് ഓഫ് ഫിലമെന്റ് കോൾഡ് ഹൈഫേ ആൻഡ് ദാറ്റ് ക്യാൻ ഫോം മാസസ് കോൾഡ് മൈസീലിയ. ഫംഗൽ മൈസീലിയ എന്നൊക്കെ കേൾക്കുമല്ലോ. അപ്പൊ മോൾഡിന്റെ സ്ട്രക്ചർ ഒരു ഫിലമെന്റ് സ്ട്രക്ചർ ആണ്, ഹൈഫേ എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഫോം ഇൻ മാസസ് കോൾഡ് മൈസീലിയ. പക്ഷെ ഈസ്റ്റ് എന്ന് പറയുന്നത് ദേ ആർ യൂണിസെല്ലുലാർ, ടിപ്പിക്കലി ഓവൽ ഷേപ്ഡ് മൈക്രോ ഓർഗാനിസംസ്. ഈ ഈസ്റ്റ് ആണ് നമ്മൾ ഫെർമെന്റേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോ ഫംഗൈ ബേസിക്കലി 2 ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, മോൾഡ് എന്നും ഈസ്റ്റ് എന്നും. മോൾഡ് എന്ന് പറയുന്നത് ഒരു ഫിലമെന്റ് സ്ട്രക്ചർ ആണ്, ആൻഡ് ദാറ്റ് ഫിലമെന്റ് ഇസ് കോൾഡ് ഹൈഫേ ആൻഡ് ഇറ്റ് ക്യാൻ ഫോം മാസസ് കോൾഡ് മൈസീലിയ, ഫംഗൽ മൈസീലിയ എന്നൊക്കെ പറയുന്നത്. ഇനി ഈസ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഈസ്റ്റ് എല്ലാം യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ് ആൻഡ് ദേ ആർ ടിപ്പിക്കലി ഓവൽ ഷേപ്ഡ്. ഇനി പ്രോട്ടോസോവ. പ്രോട്ടോസോവ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്, നോൺ ഫോട്ടോസിന്തറ്റിക് ആണ്, ദേ ലാക്ക് സെൽ വാൾ. സെൽ വാള് ഇല്ലാത്ത കാറ്റഗറി ഓഫ് യൂകാരിയോട്സ് ആണ് പ്രോട്ടോസോവ. പ്രോട്ടോസോവ ഡിഫറെന്റ് പ്രോട്ടോസോവാസ് ഉണ്ട്. പാരമീസിയം, യൂഗ്ലിന, അമീബ, ജിയാർഡിയ, ട്രിപ്പനോസോമ, പ്ലാസ്മോഡിയം, സ്റ്റെൻഡർ, ടോക്സോപ്ലാസ്മ. ഇതെല്ലാം തന്നെ പ്രോട്ടോസോവയ്ക്ക് എക്സാമ്പിൾ ആണ്. ചില പ്രോട്ടോസോവ ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഹ്യൂമൻ ഡിസീസസ് ഒക്കെ കോസ് ചെയ്യുന്നുണ്ട്. മലേറിയ, പിന്നെ ഓർഗാനിസം ആണ് പ്ലാസ്മോഡിയം വൈവാക്സ് എന്നൊക്കെ പറയുന്ന ഓർഗാനിസം, മലേറിയ കോസിംഗ് ആണ്.
ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു പ്രോട്ടോസോവ. പിന്നെ ആൽഗെ. ആൽഗെ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആണ്, ഫിലമെന്റസ് ആണ്, ഒരു കോളനി ഫോമിലാണ് അവര് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദേ ആർ ദ ലാർജ് മൾട്ടി സെല്ലുലാർ aggregates called kelp അല്ലെങ്കിൽ seaweed that can attain a length of about 50 meter. ആൽഗീസ് ഒക്കെ തന്നെ ഫുഡ് അഡിറ്റീവ്സ് ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. റെഡ് ആൽഗെ പോർഫൈറ നോർത്തേൺ സ്നോറി ഇസ് പോപ്പുലർ ഇൻ സുഷി പ്രിപ്പറേഷൻ ആൻഡ് റെഡ് ആൽഗെ ഇസ് ഓൾസോ ദ സോഴ്സ് ഓഫ് അഗാർ. അഗാറിന്റെ ഒരു ഇങ്ങനെ യൂസ് ചെയ്യുന്നതും സോഴ്സും റെഡ് ആൽഗയാണ്, ജിയാർഡിയ. ഇത്രയാണ് ഒരു ആൽഗിനെ പറ്റിയുള്ളത്. പിന്നെ വൈറസസ് ആൻഡ് വൈറോളജി. വൈറസസ് എന്ന് പറയുന്നത് എ സെല്ലുലാർ മൈക്രോബ്സ് ആണ്, അതായത് വിത്തൗട്ട് എ സെൽ. അവർക്ക് ഒരു മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഹോസ്റ്റ് അത്യാവശ്യമാണ്. നോർമലി അവർ കോമൺലി നിൽക്കുകയാണെങ്കിൽ ദേ വിൽ നോട്ട് ഇന്ററാക്ട്, ബട്ട് ഇഫ് ദേ ഗെറ്റ് എ ഹോസ്റ്റ് ദേ വിൽ മൾട്ടിപ്ലൈ. ദാറ്റ് ഇസ് ദേ ആർ ഓൾസോ കോൾഡ് ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്. ഒബ്ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് വി ഗെറ്റ് എ ചാൻസ്, നമുക്കൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ വി വിൽ മൾട്ടിപ്ലൈ. അല്ലെങ്കിൽ ദേ ആർ സെല്ലുലാർ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് ഇൻആക്റ്റീവ് സ്റ്റേജിൽ ഇരിക്കും. ഈ വൈറസസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓൺലി DNA or RNA ആണ്, സറൗണ്ടഡ് ബൈ എ സിമ്പിൾ പ്രോട്ടീൻ കോട്ട്, എയ്തർ ഹാവ് എ ഹെലിക്കൽ ഓർ എക്കോസഹീഡ്രൽ മോർഫോളജി. എക്കോസഹീഡ്രൽ സ്ട്രക്ചർ ആണിത്, ഹെലിക്കൽ സ്ട്രക്ചർ ആണിത്, ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ. വൈറസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ ആർ കോൾഡ് ബാക്ടീരിയോഫേജസ്. ഇപ്പോ ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെ പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജസ്. ഇത് ഒരിക്കലും മറക്കരുത്, ഇതൊക്കെ ബേസിക് മൈക്രോബയോളജിയിൽ വരുന്ന ടേംസ് ആണ്. ബാക്ടീരിയോഫേജ്, വാട്ട് ഇസ് എ ബാക്ടീരിയോഫേജ് എന്ന് പറയുമ്പോഴേ നമ്മൾ മൈൻഡിൽ വരിക ബാക്ടീരിയോഫേജസ് ആർ വൈറസസ് വിച്ച് അറ്റാക്ക് ബാക്ടീരിയ. ഇത്രയാണ് വൈറസിനെ പറ്റി. ഇനി നമ്മൾ വരുന്നത് നമ്മുടെ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു ബേസിക് ഫോമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ നമ്മൾ ഇത്രയും മൈക്രോ ഓർഗാനിസംസിനെ പറഞ്ഞു. അപ്പോ നമ്മളിപ്പോ ഒന്ന് ഡീറ്റെയിലിംഗ് നടത്തുന്നത് ബാക്ടീരിയൽ സെല്ലിനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സെൽ എന്ന് പറയുന്നത് ഒരു ബേസിക് ആൻഡ് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ആണ്. 2 ടൈപ്പ് ഉണ്ട്, പ്രൊകാരിയോട്ട, യൂകാരിയോട്ടിക് സെല്ലെല്ലാം ഉണ്ട്, അപ്പൊ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി ബാക്ടീരിയൽ സെല്ലിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ബാക്ടീരിയ സെൽസ് എല്ലാം തന്നെയും പ്രൊകാരിയോട്ടിക് സെൽസ് ആണ്, യൂണിസെല്ലുലാർ ആണ്, ദേ ഡു നോട്ട് കണ്ടെയ്ൻ ക്ലോറോഫിൽ. ക്ലോറോഫിൽ ഒരു കമ്പോണന്റ് ബാക്ടീരിയൽ സെല്ലിലില്ല. സൈസ് ഓഫ് ദ ബാക്ടീരിയൽ സെൽ മേ റേഞ്ച് ഫ്രം 0.2 to 1.5 micrometer in diameter and 3 to 5 micrometer in ലെങ്ത്. അതാണ് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബാക്ടീരിയ. ഈ ഒരു റേഞ്ചിലായിരിക്കും ബാക്ടീരിയസിന്റെ സൈസ് വരുന്നത്. 0.2 to 1.5 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്ററും 3 to 5 മൈക്രോമീറ്റർ ഇൻ ലെങ്തും. ഇതാണ് ഒരു ജനറലൈസ്ഡ് സ്ട്രക്ചർ ഫോർ ബാക്ടീരിയ. ബാക്ടീരിയയുടെ ജനറലൈസ്ഡ് സ്ട്രക്ചർ ആണിത്. ഇത്രയും പാർട്സുകളാണ് ഒരു ബാക്ടീരിയൽ സെൽസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയൽ സ്ട്രക്ചറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഔട്ടർ സ്ട്രക്ചറും ഇന്നർ സ്ട്രക്ചറും. ഔട്ടർ സ്ട്രക്ചറും ഇന്നർ സ്ട്രക്ചറും. എന്നിട്ട് അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഔട്ടർ സ്ട്രക്ചറിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ ക്യാപ്സ്യൂൾ, സെൽ വാൾ, ഫ്ലജെല്ല, പിലേ. ഇത്രയും 4 സ്ട്രക്ചേഴ്സ് ആണ് ഔട്ടറിൽ വരുന്നത് ബാക്ടീരിയയുടെ. അപ്പോ ഫസ്റ്റ് സ്ട്രക്ചർ ആണ് ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഇതാണ് ക്യാപ്സ്യൂൾ. ബാക്ടീരിയൽ ഔട്ടർ സ്ട്രക്ചർ ക്യാപ്സ്യൂൾ. ഈ ക്യാപ്സ്യൂൾ ആണ്, ഇറ്റ് ഇസ് എ തിക് പോളിസാക്കറൈഡ് വിച്ച് കവർ ദ ഔട്ട്സൈഡ് ഓഫ് ദ സെൽ വാൾ. ബാക്ടീരിയൽ സെല്ലിനെ കവർ ചെയ്യുന്ന ഒരു തിക് പോളിസാക്കറൈഡ് കോട്ടിങ്ങിനെയാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റിക്ക് സെൽസ് ടുഗദർ ആൻഡ് വർക്ക് ആസ് എ ഫുഡ് റിസർവ് ആൻഡ് ഓൾസോ പ്രൊട്ടക്ട് ദ സെൽ ഫ്രം ഡ്രൈനെസ് ആൻഡ് ഫ്രം കെമിക്കൽസ്. ബാക്ടീരിയസിനെയൊക്കെ സെൽസിനെ സ്റ്റിക്ക് ചെയ്യാനും സെല്ലിനെ ഡ്രൈനസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും കെമിക്കൽസിന്റെ അറ്റാക്കിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതൊക്കെ ഈ ഒരു ക്യാപ്സ്യൂൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് സെൽ വാൾ. സെൽ വാൾ. ജസ്റ്റ് ഇൻസൈഡ് ദ ക്യാപ്സ്യൂൾ there exists സെൽ വാൾ. സെൽ വാൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ്
glycoprotein called murin. Murin എന്നുള്ളൊരു glycoprotein കൊണ്ടാണ് ബാക്ടീരിയൽ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. The cell wall provide the strength and rigidity to the cell. ബാക്ടീരിയൽ സെല്ലിന് അതിന്റെ ഒരു ഷേപ്പും സ്ട്രെങ്ത്തും റിജിഡിറ്റി ഒക്കെ കൊടുക്കുന്നതാണ് സെൽ വാൾ. Third one is flagella. They are rigid rotating tail. The rigid rotating tail of the bacterial cell is called a flagella. ഇതാണ് flagellum. The rigid rotating tail of the bacterial cell is called a flagella. The clockwise rotation moves the cell forward and anti-clockwise helps the cell to spin. ഈ ഒരു flagella തന്നെ അതിന്റെ മൂവ്മെന്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ബാക്ടീരിയസിനെ മൂവ് ഫോർവേഡും, ഇനി ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ ബാക്ടീരിയൽ സെല്ലിനെ സ്പിൻ ചെയ്യാനുമാണ് സഹായിക്കുന്നത്. അപ്പോൾ ഫ്ലജല്ലയ്ക്ക് മോട്ടിലിറ്റി ആയിട്ടാണ് റിലേഷൻ. മോട്ടിലിറ്റി എന്ന് പറയുന്നത് മൂവ്മെന്റ് ആണ്. റിജിഡ് റൊട്ടേറ്റിംഗ് ടെയിൽ ആണ്. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനും ഉണ്ട്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സെൽസിന്റെ ഫോർവേഡ് മൂവ്മെന്റും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബാക്ടീരിയൽ സെല്ല് സ്പിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് പിലി. പിലി എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള പ്രോട്ടീൻ അപ്പൻഡേജസ് ആണ് പിലി എന്ന് പറയുന്നത്. ഇതാണ് പിലി. വളരെ ഷോർട്ട് ആയിട്ടുള്ള പ്രോട്ടീൻ അപ്പൻഡേജസ് ആണ് പിലി എന്ന് പറയുന്നത്. വിച്ച് ഫിക്സസ് ബാക്ടീരിയ ടു സർഫസ്. ഒരു ബാക്ടീരിയയെ ഒരു സർഫസിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഷോർട്ട് പ്രോട്ടീൻ അപ്പൻഡേജസ് ആണ് പിലി എന്ന് പറയുന്നത്. ദീസ് പിലി ആർ സ്മോളർ ദാൻ ദോസ് ഫ്ലജല്ല ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ കോൺജുഗേഷൻ ടു എക്സ്ചേഞ്ച് ദ ജനറ്റിക് ഇൻഫർമേഷൻ. ബാക്ടീരിയൽ റീപ്രൊഡക്ഷന്റെ ഒക്കെ സമയത്ത്, കോൺജുഗേഷന്റെ സമയത്ത് ഈ ജനറ്റിക് മെറ്റീരിയലിനെ എക്സ്ചേഞ്ചിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പിലി. അപ്പൊ മൂവ്മെന്റ് ഈ ഫ്ലജല്ലയും പിലിയൊക്കെ തന്നെ എക്സ്റ്റേണൽ അപ്പൻഡേജസ് ആണ്. ഫ്ലജല്ലയാണ് ലാർജർ വൺ, പിലി ഷോർട്ട് ആണ്. ഫ്ലജല്ലയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൂവ്മെന്റ് ആണ് കൂടുതലും. ബാക്ടീരിയയുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫ്രണ്ട് ഫോർവേഡ് മൂവ്മെന്റും ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ബാക്ടീരിയൽ സെല്ലിനെ സ്പിൻ ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ്. പിലി എന്ന് പറയുന്നത് ബാക്ടീരിയൽ സെല്ലിനെ ഒരു സർഫസിലേക്ക് അറ്റാച്ച് ചെയ്യിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഷോർട്ട് പ്രോട്ടീൻ അപ്പൻഡേജസ് ആണ് പിലി എന്ന് പറയുന്നത്. ദേ ആർ യൂസ്ഡ് ഇൻ കോൺജുഗേഷൻ ടു എക്സ്ചേഞ്ച് ദ ജനറ്റിക് ഇൻഫർമേഷൻ. ഇതാണ് പിലിനെ പറ്റി. അപ്പൊ ഇത്രയും ഒരു 4 ഔട്ടർ മെംബ്രെയിൻ ഓർഗാനിസം ഒരു അപ്പൻഡേജസ് ആണുള്ളത്. ഇനി ഇന്നർ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ബാക്ടീരിയൽ സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസം ആണ്, ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് ഓൾ ദ സെല്ലുലാർ കോമ്പണൻസ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ സെല്ലുലാർ ഗ്രോത്ത്, മെറ്റബോളിസം ആൻഡ് റെപ്ലിക്കേഷൻ. ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു ഇന്നർ സ്ട്രക്ചർ ആണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഞാൻ ഫിഗർ കാണിക്കാം. സൈറ്റോപ്ലാസം ഇതാണ് സൈറ്റോപ്ലാസം, ദ ഇന്നർ സ്ട്രക്ചർ. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് കെമിക്കൽസ് ആൻഡ് കോമ്പണൻസ് ദാറ്റ് ആർ യൂസ്ഡ് ടു സസ്റ്റെയിൻ ദ ലൈഫ് ഓഫ് ബാക്ടീരിയ. ഇറ്റ് ഹെൽപ്സ് ഇൻ സെല്ലുലാർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മെറ്റബോളിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബാക്ടീരിയയുടെ റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. റെപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദ ജനറേഷൻ ഓഫ് DNA ഫ്രം ടു അനദർ DNA. ഒരു DNA മൾട്ടിപ്ലിക്കേഷനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു the generation of a complementary DNA from an existing DNA. ഒരു എക്സിസ്റ്റിംഗ് DNA-യിൽ നിന്ന് അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു DNA സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിന്റെ മറ്റൊരു പേരാണ് സെൽ മെംബ്രെയിൻ. സൈറ്റോപ്ലാസം, ഇന്നർ സ്ട്രക്ചർ, പ്ലാസ്മ മെംബ്രെയിൻ. Plasma membrane എന്ന് പറയുന്നത് it is also known as cell membrane. It is mainly composed of പ്രോട്ടീൻസും ഫോസ്ഫോലിപ്പിഡ്സും കാർബോഹൈഡ്രേറ്റുമായിട്ട് കോമ്പോസ് ചെയ്തിരിക്കുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ. ആൻഡ് ദിസ് പ്ലാസ്മ മെംബ്രെയിൻ സറൗണ്ട് ദ ബാക്ടീരിയ. ഈ പ്ലാസ്മ മെംബ്രെയിൻ ബാക്ടീരിയനെ സറൗണ്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗനൽ ആൻഡ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കൺട്രോളിങ് ദ മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസസ് ഇൻ ദ സെൽ. ബാക്ടീരിയൽ സെൽസിന്റെ ഉള്ളിലുള്ള സബ്സ്റ്റൻസിന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ. ഈ പ്ലാസ്മ മെംബ്രെയിന്റെ മറ്റൊരു പേരാണ് സെൽ മെംബ്രെയിൻ. ആ സെൽ മെംബ്രെയിൻ മെയിൻലി കോമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻസ്, ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്. തേർഡ് വൺ ആണ് സൈറ്റോപ്ലാസം റീജിയൻ അല്ലെങ്കിൽ ന്യൂക്ലിയോയിഡ് റീജിയൻ എന്ന് പറയും.
It is an area of cytoplasm that contains a single bacterial DNA molecule. നമുക്ക് നോക്കാം. Cytoplasmic membrane. Cytoplasmic inclusion. ഇതാണ് അത്. Cytoplasmic region അല്ലെങ്കിൽ nucleoid region. DNA coiled into nucleoid. പിന്നെ നെക്സ്റ്റ് കോമ്പണന്റ് ആണ് റൈബോസോം. റൈബോസോം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് പാർട്ട് ഓഫ് സെൽ ഓർഗനൽ ആൻഡ് ഇറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് they consist of protein and RNA. They are located freely in the cytoplasm. ഇത്രയാണ് റൈബോസോമിന്റെ ഫംഗ്ഷൻ. ആൻഡ് നെക്സ്റ്റ് ഇസ് മീസോസോം. മീസോസോംസ് എന്ന് പറയുന്നത് they are the folding present inside the plasma membrane. Mesosome plays a vital role in cellular respiration, replication of the DNA, cell division, separation of chromosomes during cell division. ഇത്രയാണ് മീസോസോംസ്. പിന്നെ പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് എന്ന് പറയുമ്പം ചെറിയ സർക്കുലർ DNAസിനെയാണ് നമ്മൾ പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത്. The smaller circular DNAs are called plasmid. A plasmid plays a vital role in the interaction between DNA between the bacterial cells. Bacterial cells have many plasmids. Spores എന്ന് പറയും. Next ആണ് spores. Metabolically inert bacterial forms which is adapted for long-term survival in the environment. And these spores are which are able to regrow under suitable conditions. എത്രയാണ് ഒരു ബാക്ടീരിയൽ സെൽ വോൾ എന്ന്, ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ ഇന്നർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗെയിൻ. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്. ആ ഒരു സ്ട്രക്ചറിൽ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്, ഔട്ടർ സ്ട്രക്ചറും ഇന്നർ സ്ട്രക്ചറും. ഔട്ടർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്യാപ്സ്യൂൾ, സെൽ വോൾ, ഫ്ലജല്ല, പില്ലൈ. ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ദ തിക് പോളിസാക്കറൈഡ് കോട്ടിംഗ് വിച്ച് കവേഴ്സ് ദ സെൽ വോൾ. സെൽ വോൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോമ്പണന്റ് വിച്ച് ഗീവ് സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി ടു ദ സെൽ. ബാക്ടീരിയൽ സെല്ലിന് സ്ട്രെങ്തും റിജിഡിറ്റിയും കൊടുക്കുന്ന കോമ്പണന്റ് ആണ് സെൽ വോൾ. ഫ്ലജല്ല എന്ന് പറയുന്നത് മോട്ടിലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതും, പില്ലൈ എന്ന് പറയുന്നത് ഒരു കോൺജുഗേഷന്റെ സമയത്ത് ആ ഒരു ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യാനും ഒരു എക്സ്ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ബാക്ടീരിയനെ ഒരു സർഫസിലേക്ക് ഫിക്സ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പില്ലി യൂസ് ചെയ്യുന്നത്. ഇനി ഇന്നർ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ സൈറ്റോപ്ലാസം, പ്ലാസ്മ മെംബ്രെയിൻ, ന്യൂക്ലിയോയിഡ് റീജിയൻ, റൈബോസോം, മീസോസോം, പ്ലാസ്മിഡ് ആൻഡ് സ്പോർസ്. ഇതിൽ ഓരോന്നിനും ഓരോരോ ഫങ്ഷൻസ് ആണുള്ളത്. സൈറ്റോപ്ലാസം എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് ഓൾ ദി സെല്ലുലാർ കോമ്പണൻസ് എന്ന് പറയാം. സെല്ലുലാർ ഗ്രോത്തിനെയും മെറ്റബോളിസത്തിനെയും റെപ്ലിക്കേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കോമ്പണന്റ് ആണ് സൈറ്റോപ്ലാസം. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെൽ മെംബ്രെയിൻ ആണ്. ദിസ് മെംബ്രെയിൻ surrounds the bacteria and it is the most important organelle which is playing an important role in controlling the movement of substances in the cell. Cytoplasmic region അല്ലെങ്കിൽ nucleoid region, our area of the cytoplasm contains a single bacterial DNA molecule ആണ് nucleoid region. Ribosome എന്ന് പറയുന്നത് they are the synthesis centers for proteins. പിന്നെ mesosomes എന്ന് പറയുന്നത് they are the foldings inside the plasma membrane. Cellular respiration maintain ചെയ്യുന്നതും DNA replicationന്റെ സമയത്തും സെല്ലിന്റെ ഡിവിഷന്റെ സമയത്തും ക്രോമസോംസിന്റെ സെപ്പറേഷനും ഒക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനലാണ് മീസോസോംസ് എന്ന് പറയുന്നത്. പ്ലാസ്മിഡ് എന്ന് പറയുന്നത് they are the small circular DNAസിനെയാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. പിന്നെ സ്പോർ ആണ് മെറ്റബോളിക്കലി ഇനേർട്ട് ആയിട്ടുള്ള ബാക്ടീരിയൽ ഫോംസ്. അത് ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ ലോങ് ടേം സർവൈവലിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് സ്പോർസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഒരു ബാക്ടീരിയയുടെ ഔട്ടർ സ്ട്രക്ചറും ഇന്നർ സ്ട്രക്ചറും. ഇനി പറയുന്നതാണ് സെല്ലിന്റെ മോർഫോളജി എന്ന് പറയുന്നത്. സെല്ലിന്റെ മോർഫോളജി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ടീരിയൽ സെല്ല് കോക്കസ്, സ്പാസിലസ്, സ്പൈറൽ ഷേപ്ഡ്, സ്പൈറൽ. അപ്പൊ കോക്കസ് എന്ന് പറയുമ്പോൾ സ്പെറിക്കൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്ഡ്, ബാസിലസ് എന്ന് പറയുമ്പോൾ റോഡ് ഷേപ്ഡ്, സ്പൈറൽ എന്ന് പറയുമ്പോൾ കർവ്, സ്പൈറൽ അല്ലെങ്കിൽ ട്വിസ്റ്റ്. ഇതാണ് ഒരു സ്പൈറൽ ഷേപ്ഡ്. ബാസിലസ് എന്ന് പറയുമ്പോൾ റോഡ് ഷേപ്ഡ്, കോക്കസ് എന്ന് പറയുമ്പോൾ സ്പെറിക്കൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്ഡ്. സോറി. ഈ കോക്കയുടെ അറേഞ്ച്മെന്റ് അനുസരിച്ച്
നമുക്ക് ബാക്ടീരിയസിനെ ഡിഫറെന്റ് പേരുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിപ്ലോകോക്കൈ എന്ന് പറയുന്നത്. സെൽസ് റിമൈൻ ഇൻ പെയർസ് ആഫ്റ്റർ ഡിവൈഡിങ്. ഒരു പെയർ ആയിട്ട് കാണുന്ന കോക്കൈസിനെ പറയുന്ന പേരാണ് ഡിപ്ലോകോക്കൈ. സ്ട്രെപ്റ്റോകോക്കൈ ഞാൻ ആ ഫിഗറും കൂടി കാണിക്കാം, അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പൊ കോക്കസ് എന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ സ്ട്രക്ചർ ആണ് കോക്കൈ. ഡിപ്ലോകോക്കൈ എന്ന് പറയുന്നത് സെൽ ഡിവിഷന് ശേഷം ഒരു പെയർ ആയിട്ട് കാണുന്ന കോക്കൈസിനെ നമ്മൾ ഡിപ്ലോകോക്കൈ എന്ന് പറയും. സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയുന്നത് സെൽ റിമൈൻസ് ഇൻ ചെയിൻ ആഫ്റ്റർ ഡിവൈഡിങ്. സ്ട്രെപ്റ്റോകോക്കൈ ഇതൊരു ചെയിൻ ഷേപ്പിലാണ് കാണപ്പെടുന്നത് സ്ട്രെപ്റ്റോകോക്കൈ. പിന്നെ ടെട്രാഡ് എന്ന് പറയുന്നതാണ് രണ്ട് പെയേഴ്സ് ആണ് ടെട്രാഡ് എന്ന് പറയുന്നത്. സെൽ റിമൈൻ ഇൻ ഗ്രൂപ്പ് ഓഫ് 4 ആൻഡ് ഡിവൈഡ് ഇൻ 2 പ്ലെയിൻസ്, അതാണ് ടെട്രാഡ്. പിന്നെ സാർസിനെ എന്ന് പറയുന്നതാണ് ഇതാണ് സാർസിന. Cell remain in group of 8 and they divide in 3 planes. അതാണ് സാർസിനെ. നെക്സ്റ്റ് വൺ ഇസ് സ്റ്റെഫൈലോ. എന്ന് പറയുമ്പോൾ ക്ലസ്റ്റർ ആയിട്ട് കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് സ്റ്റെഫൈലോസ്. നമ്മൾ സ്റ്റെഫൈലോകോക്കസ് എന്നൊക്കെ കേൾക്കുമല്ലോ, എക്സാമ്പിൾ ഉണ്ട് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. അപ്പൊ അവയൊക്കെ തന്നെ ക്ലസ്റ്റർ ആയിട്ട് കാണപ്പെടുന്നതാണ് സ്റ്റെഫൈലോകോക്കൈ. അപ്പോൾ കോക്കസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആണ്, കോക്കൈ എന്ന് പറയുന്നതാണ് പ്ലൂറൽ. ഡിപ്ലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കൈ, ടെട്രാഡ്, സാർസിനെ, സ്റ്റെഫൈലോകോക്കസ്. ഡിപ്ലോ എന്ന് പറയുമ്പം രണ്ടെണ്ണമാണ്, ഒരു പെയറാണ്. സ്ട്രെപ്റ്റോ എന്ന് പറയുമ്പോൾ ഒരു ചെയിൻ ആണ്. ടെട്രാഡ് എന്ന് പറയുമ്പോൾ 4 എണ്ണം അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. സാർസിനെ എന്ന് പറയുമ്പോൾ 8 കോക്കൈ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. സ്റ്റെഫൈലോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ബഞ്ച് അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ എന്നൊക്കെ പറയാം. ഇത്രയാണ് കോക്കൈയുടെ അറേഞ്ച്മെന്റ് അനുസരിച്ചിട്ട് പറയുന്നത്. ഇനി നമ്മൾ ഫ്ലജല്ലയുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഫ്ലജല്ല എന്ന് പറയുന്നത് ഒരു ഹെയർ ലൈക്ക് അപ്പൻഡേജ് ആണ്. കൂടുതലും മോട്ടിലിറ്റിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ബാക്ടീരിയ ഫോർവേഡ് മൂവ്മെന്റ് കൊടുക്കും. ആന്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റ് ചെയ്യുമ്പോൾ ബാക്ടീരിയ സ്പിൻ ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ ഫ്ലജല്ലയ്ക്കും മെയിൻലി 3 പാർട്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബേസൽ ബോഡി, സെക്കൻഡ് വൺ ഷോർട്ട് ഹുക്ക്, തേർഡ് വൺ ഒരു ഹെലിക്കൽ ഫിലമെന്റ്. ഈ ബേസൽ ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ആൻഡ് സെൽ വാൾ. ഈ ഷോർട്ട് ഹുക്കും ആൻഡ് ഫിലമെന്റും വിച്ച് ഈസ് യൂഷ്വലി സെവറൽ ടൈംസ് ആസ് ലോങ് ആസ് ദ സെൽ. ഫിഗർ ഒന്നുകൂടി കാണിക്കാം. ഇതാണ് ബേസൽ ബോഡി വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ആൻഡ് സെൽ വാൾ. പിന്നെ ഹുക്കും ഫിലമെന്റും ബാക്കിയുള്ളത്. ഇപ്പോൾ സിംഗുലർ ആണെങ്കിൽ ഫ്ലജല്ലം എന്നും പ്ലൂറൽ ആണെങ്കിൽ ഫ്ലജല്ല. അപ്പോ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദ ബേസൽ ബോഡി ഇസ് അൺനോൺ, but the hook and filament are composed of protein subunits arranged in a helical fashion. The protein of the filament is known as flagellin. ഫിലമെന്റിലുള്ള ആ ഒരു പ്രോട്ടീന് പറയുന്ന പേരാണ് ഫ്ലജല്ലിൻ എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഫ്ലജല്ലയുടെ അറേഞ്ച്മെന്റ് അനുസരിച്ചും വീണ്ടും ബാക്ടീരിയാസിനെ പല പല പേരുകൾ വിളിക്കും. അതിൽ ഫസ്റ്റ് വൺ ആണ് മോണോട്രിക്കസ്, സെക്കൻഡ് വൺ ലോഫോട്രിക്കസ്, തേർഡ് വൺ ആംഫിട്രിക്കസ്, ഫോർത്ത് വൺ പെരിട്രിക്കസ്. ഇത് ഓർത്ത് വയ്ക്കാം, തിരിഞ്ഞു പോകരുത്. അപ്പൊ മോണോട്രിക്കസ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ ഫ്ലജല്ലം ആണ് എങ്കിൽ അതിനെ നമ്മൾ മോണോട്രിക്കസ് എന്ന് പറയും. ആസ് ഷോൺ ഇൻ ദ ഫിഗർ, മോണോട്രിക്കസ് ഒരു സിംഗുലർ ഫ്ലജല്ലം. ലോഫോട്രിക്കസ് ആണെങ്കിൽ എ ക്ലസ്റ്റർ ഓഫ് പോളാർ ഫ്ലജല്ല. പക്ഷെ ഒരു സൈഡ് തന്നെ ആയിരിക്കും, പക്ഷെ മോർ ദാൻ 1 ആയിരിക്കും, ഫ്ലജല്ല ആയിരിക്കും. അതാണ് ലോഫോട്രിക്കസ്. തേർഡ് വൺ ആണ് ആംഫിട്രിക്കസ്. ആംഫിട്രിക്കസ് എന്ന് പറയുമ്പോൾ ഫ്ലജല്ലാസ് ആണ്, സിംഗിൾ ആയിട്ടോ ക്ലസ്റ്റർ ആയിട്ടോ കാണപ്പെടും, പക്ഷേ ഒരു സെല്ലിന്റെ 2 എൻഡിലും കാണാൻ പറ്റുന്നതായിരിക്കും ആംഫിട്രിക്കസ് എന്ന് പറയുന്നത്. പെരിട്രിക്കസ് എന്ന് പറയുന്നത് സറൗണ്ടഡ് ബൈ ലാറ്ററൽ ഫ്ലജല്ല, അതായത് ആ ഒരു സെൽ നിറച്ചും ഈ ഒരു ഫ്ലജല്ലാസ് ആയിരിക്കും. ഇതാണ് പെരിട്രിക്കസ്. അപ്പോൾ ഫ്ലജല്ലയുടെ അറേഞ്ച്മെന്റ് അനുസരിച്ചും 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. മോണോട്രിക്കസ്, ലോഫോട്രിക്കസ്, ആംഫിട്രിക്കസ് ആൻഡ് പെരിട്രിക്കസ്. ഇനി സ്വിമ്മിംഗ് മോട്ടിലിറ്റി വിത്തൗട്ട് ഫ്ലജല്ല. ഇപ്പൊ ചില ബാക്ടീരിയാസിന് ഈ ഒരു ഫ്ലജല്ല കാണില്ല.
However, they have flagella-like structures. അപ്പൊ അവർക്ക് ഫ്ലജല്ല ഉണ്ടാവില്ല, പക്ഷെ അവർക്കൊരു ഫ്ലജല്ല ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് പെരിപ്ലാസ്മിക് ഫ്ലജല്ല. ആൻഡ് ദേ ഹാവ് ഓൾസോ ബീൻ ടേംഡ് ആക്സിയൽ ഫൈബ്രൽ ഓർ എൻഡോ ഫ്ലജല്ല. ഇതെല്ലാം പറയുന്നത് പെരിപ്ലാസ്മിക് ഫ്ലജല്ലേനെ തന്നെയാണ്. സം പീപ്പിൾ ഡു നോട്ട് ഹാവ് എ ഫ്ലജല്ല, സോറി, സം ബാക്ടീരിയസ് ഡു നോട്ട് ഹാവ് ഫ്ലജല്ല. പക്ഷെ അങ്ങനെ ആണെങ്കിൽ അവർക്ക് ഒരു ഫ്ലജല്ല ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. പെരിപ്ലാസ്മിക് ഫ്ലജല്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആക്സിയൽ ഫൈബ്രിൽ എന്നോ എൻഡോ ഫ്ലജല്ലോ എന്നൊക്കെ പറയുന്നതായിരിക്കും. ഇത്രയാണ് ഒരു ഫ്ലജല്ലിനെ പറ്റി വരുന്നത്. ഇനി ബാക്ടീരിയൽ കീമോടാക്സിസ്. കീമോടാക്സിസ് എന്ന് പറയുമ്പോൾ ദ മൈഗ്രേഷൻ ഓഫ് സെൽസ് ഇൻ റെസ്പോൺസ് ടു സം കെമിക്കൽ ഗ്രേഡിയൻസ്, ഇതാണ് കീമോടാക്സിസ്. അപ്പോ ഈ ബാക്ടീരിയാസ് ഒന്നുകില് സ്വിം ഫോർവേഡ് ടു കെമിക്കൽ കോമ്പൗണ്ട്സ്, ഏതെങ്കിലും ഒരു കെമിക്കൽ കോമ്പൗണ്ടിലേക്ക് അടുക്കുന്നതിനെയും ഉണ്ട്. ആൻഡ് ദോസ് ബാക്ടീരിയാസ് വിച്ച് മൂവ് എവേ ഫ്രം സം കെമിക്കൽ കോമ്പൗണ്ട്സ്, ഇതാണ് ഒരു ബാക്ടീരിയയുടെ കീമോടാക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയൽ സെല്ലിലേക്ക് അടുക്കുന്നതിനെ പോസിറ്റീവ് കീമോടാക്സിസ് എന്നും, ആൻഡ് സ്വിമ്മിങ് എവേ ഫ്രം ദ കെമിക്കൽസ് ആണെങ്കിൽ നെഗറ്റീവ് കീമോടാക്സിസ് എന്നും പറയും. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഇപ്പൊ കീമോടാക്സിസ് എന്ന് പറയുമ്പോഴും ഓർക്കുക, മൈഗ്രേഷൻ ഓഫ് ബാക്ടീരിയൽ സെൽസ് ഇൻ റെസ്പോണ്ട് ടു കെമിക്കൽ ഗ്രേഡിയന്റ്, ഏതെങ്കിലും ഒരു കെമിക്കൽ ഗ്രേഡിയന്റിലേക്ക് അനുസരിച്ച് ബാക്ടീരിയൽ സെല്ലിന്റെ മൈഗ്രേഷനെയാണ് കീമോടാക്സിസ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് മൈഗ്രേഷൻ ഉണ്ട്, പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് കീമോടാക്സിസ് എന്ന് പറയുമ്പോൾ ഇഫ് ദ ബാക്ടീരിയസ് ആർ സ്വിമ്മിങ് ടുവേർഡ്സ് ദ കെമിക്കൽ, അതാണെങ്കിൽ പോസിറ്റീവും. സ്വിമ്മിങ് എവേ ഫ്രം ദ കെമിക്കൽ, ഇറ്റ് ഇസ് കോൾഡ് നെഗറ്റീവ് കീമോടാക്സിസ്. ഈ കീമോടാക്സിസ് ഒക്കെ മീഡിയേറ്റ് ചെയ്യുന്നത് കീമോ റിസപ്റ്റേഴ്സ് ആണ്. റിസപ്റ്റർ കെമിക്കൽസ് ആണ്. ആ കെമിക്കൽസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ ഒരു കീമോ റിസപ്റ്റേഴ്സ് ആണ്. ഇനി നെക്സ്റ്റ് ആണ് പിലി. പിലി അല്ലെങ്കിൽ ഫിംബ്രിയെ എന്ന് പറയും. പിലിയുടെ മറ്റൊരു പേരാണ് ഫിംബ്രിയെ പറയും. ഇപ്പൊ നമ്മൾ പറഞ്ഞു പിലി എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള അപ്പൻഡേജസ് ആണ്. ബാക്ടീരിയയുടെ കോൺജുഗേഷന്റെ സമയത്ത് ജനറ്റിക് മെറ്റീരിയലിന്റെ എക്സ്ചേഞ്ച് ഒക്കെ നടത്തുന്നത് ഈ പിലയാണ്. ഇനി പിലയെ പറ്റി കുറച്ചുകൂടി ഡീപ്പിൽ പറയുകയാണെങ്കിൽ അവരൊരു ഹോളോ ആണ്, നോൺ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്, പക്ഷെ ഫിലമെന്റസ് അപ്പൻഡേജസ് ആണ്. തിന്നും ആയിരിക്കും, ഷോർട്ടറും ആയിരിക്കും. പക്ഷെ ഈ ഫ്ലജല്ലിനെ കാട്ടിയും നമ്പർ കൂടുതലുമായിരിക്കും ഈ പിലയ്ക്ക്. ഇതാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതാണ് ഫ്ലജല്ല എങ്കിൽ നമ്പർ വളരെ കൂടുതലായിരിക്കും പിലയ്ക്ക്. ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ വൺ ടൈപ്പ് ഓഫ് പിലയുണ്ട്, എഫ് പില എന്ന് പറയും, അല്ലെങ്കിൽ സെക്സ് പില എന്ന് പറയും. അവരാണ് ഈ ഒരു ബാക്ടീരിയയുടെ മേറ്റിങ്ങിന്റെ സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന പില എന്ന് പറയുന്നത്. പിന്നെ ചില പിലയ്ക്ക് മറ്റൊരു റോളാണ് ഹ്യൂമൻ ഇൻഫെക്ഷൻ കോസ് ചെയ്യാനും, ബൈ അലോവിങ് പാത്തജനിക് ബാക്ടീരിയ ടു അറ്റാച്ച് എപ്പിത്തീലിയൽ സെൽ ലൈനിങ്, റെസ്പിറേറ്ററി ഇൻറ്റെസ്റ്റൈനൽ അല്ലെങ്കിൽ ജെനിറ്റോ യൂറിനറി ട്രാക്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ പില എന്ന് പറയുന്നത് ഷോർട്ട് അപ്പൻഡേജസ് ആണ്, ഒരു സർഫസിലേക്ക് അഡ്ഹെർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിലൊരു കാറ്റഗറിയാണ് എഫ് പില അല്ലെങ്കിൽ സെക്സ് പില എന്ന് പറയും. ബാക്ടീരിയയുടെ മേറ്റിങ്ങിന്റെ സമയത്താണ് അവരുടെ റോൾ. പിന്നെ ക്യാപ്സ്യൂൾസ് ഉണ്ട്. ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത് ദേ ആർ വിസ്കസ് സബ്സ്റ്റൻസ് ഫോമിങ് എ കവറിംഗ് ലെയർ ഓർ എൻവലപ്പ് അറൌണ്ട് ദ സെൽ വാൾ, അതാണ് capsule. If the layer is too thin, it can be seen by light microscopy. It is called a microcapsule. If it is so abundant, it is called a slime. അപ്പോൾ ക്യാപ്സ്യൂളും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ, സെൽ വോളിനെ കവർ ചെയ്യുന്ന ഒരു എൻവലപ്പ് ആയിട്ടാണ് ക്യാപ്സ്യൂൾ ആക്ട് ചെയ്യുന്നത്. ഈ ക്യാപ്സ്യൂള് വളരെ തിന്നാണെങ്കിൽ നമ്മൾ മൈക്രോ ക്യാപ്സ്യൂൾ എന്നും, ഇഫ് ഇറ്റ് ഈസ് മോർ അല്ലെങ്കിൽ അബണ്ടന്റ് ആണെങ്കിൽ അതിനെ സ്ലൈം എന്നുമാണ് പറയുന്നത്. അത് ഈ ഫിഗറിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫങ്ഷൻസ് ഓഫ് ക്യാപ്സ്യൂൾ. ഈ ഫങ്ഷൻ, ക്യാപ്സ്യൂളിന്റെ ഫങ്ഷൻ, ഈ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ടെമ്പററി ഡ്രൈയിങ് ആൻഡ് ബൈ ബൈൻഡിങ് വാട്ടർ മോളിക്യൂൾസ്. പിന്നെ ഈ ബാക്ടീരിയ ഫേജസിന്റെ അറ്റാക്കിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതും ഈ ക്യാപ്സ്യൂൾ ആണ്. ബാക്ടീരിയ ഫേജസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ബാക്ടീരിയ ഫേജസ് എന്ന് പറയുന്നത് വൈറസസ് വിച്ച് അറ്റാക്ക് ബാക്ടീരിയ, അതാണ് ബാക്ടീരിയ ഫേജസ്. അപ്പൊ ഈ വൈറസ് ഒക്കെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ഒരു അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യുന്നതും ഈ ഒരു ക്യാപ്സ്യൂൾ ആണ്. പിന്നെ ഒരു പ്രോപ്പർട്ടിയാണ് ആന്റി ഫാഗോസൈറ്റിക്. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ എൻഗൾഫിംഗ് ആണ്. എൻഗൾഫിംഗ്
ദ സെല്ലിനെ എൻഗൾഫ് ചെയ്യുന്നതാണ് ഫാഗോസൈറ്റോസിസ് എന്നുള്ള ഒരു പ്രോസസ്സ്. അതിനെ ചെറുത്ത് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഈ ക്യാപ്സ്യൂൾസിന്. സോ ഇറ്റ് ഈസ് കോൾഡ് ആന്റി ഫാഗോസൈറ്റിക് എന്ന് പറയും. പിന്നെ ദേ മേ പ്രൊമോട്ട് അറ്റാച്ച്മെന്റ് ടു ബാക്ടീരിയ ടു സർഫസ്. പിന്നെ ഈ ഒരു സ്ലൈമി നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ചില സർഫസിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ക്യാപ്സ്യൂൾസ് യൂസ് ചെയ്യും. വളരെ മൂവ്മെന്റ് മോട്ടിലിറ്റി അങ്ങനെയൊന്നും ഇല്ല, പക്ഷേ ഒരു അറ്റാച്ച്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യത്തിലും ഈ ക്യാപ്സ്യൂൾസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത് ഒരു വിസ്കസ് സബ്സ്റ്റൻസ് ആണ് which forms a covering of the envelope through the cell wall. രണ്ട് ടൈപ്പ് ക്യാപ്സ്യൂൾ ഉണ്ട്, മൈക്രോ ക്യാപ്സ്യൂളും ഉണ്ട്, സ്ലൈമും ഉണ്ട്. മൈക്രോ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി വെരി തിൻ, വളരെ തിൻ ആയിട്ടുള്ളതാണ് മൈക്രോ ക്യാപ്സ്യൂൾ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് അബൻഡന്റ് ആണെങ്കിൽ അതിനെ സ്ലൈം എന്ന് പറയും. ഒരു ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഉണ്ട്, അതിൽ 2 ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ആണ് ബ്ലോക്ക് ദ അറ്റാക്ക് ഓഫ് ബാക്ടീരിയോഫേജസ്, അതായത് വൈറസ് ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്യുന്നതും, പിന്നെ ആന്റി ഫാഗോസൈറ്റിസിനെ പ്രിവെന്റ് ചെയ്യുന്നത്. ഇത്രയാണ് ഫങ്ഷൻസ്. ഇനി ക്യാപ്സ്യൂൾസിന്റെ കോമ്പോസിഷൻ മെയിൻലി പോളിസാക്കറൈഡ്സ് ആണ്. ക്യാപ്സ്യൂൾസ് കമ്പോസ്ഡ് ഓഫ് സിംഗിൾ കൈൻഡ് ഓഫ് ഷുഗറിനെ നമ്മൾ ഹോമോപോളിസാക്കറൈഡ് എന്ന് പറയും. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷുഗേഴ്സ് ആണെങ്കിൽ ഹെട്രോപോളിസാക്കറൈഡ് എന്ന് പറയും. ചില ക്യാപ്സ്യൂളൊക്കെ പോളിപെപ്റ്റൈഡ് ആയിരിക്കും, അതായത് അമിനോ ആസിഡ്സ് ലിങ്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത് പോളിപെപ്റ്റൈഡ്സ്. അല്ലെങ്കിൽ തന്നെ ബേസിക്കലി എല്ലാം തന്നെ ഒരു പോളിസാക്കറൈഡ്സ് തന്നെയാണ്. പിന്നെ സെൽ വാൾ എന്ന് പറയുന്നത് ഒരു റിജിഡ് സ്ട്രക്ചറും ഷേപ്പും ഒക്കെ കൊടുക്കുന്നതാണ്. ഒരു ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു സെല്ലിന്റെ 10 to 40% അതിന്റെ സെൽ വാൾ തന്നെ ആയിരിക്കും. ഈ ബാക്ടീരിയൽ സെൽ വാൾ യൂഷ്വലി എസെൻഷ്യൽ ഫോർ ബാക്ടീരിയൽ ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ. സെൽസ് ഹു ഹാവ് വാൾസ് കംപ്ലീറ്റ്ലി റിമൂവ്ഡ് അതിനെയാണ് പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി റിമൂവ്ഡ് ആയിട്ടുള്ള സെൽ വാൾസ് ഉള്ള സ്ട്രക്ചേഴ്സ് ആണ് പ്രോട്ടോപ്ലാസ്റ്റ്. ആൻഡ് ദീസ് പ്രോട്ടോപ്ലാസ്റ്റ് ആർ നോട്ട് കേപ്പബിൾ ഫോർ നോർമൽ ഗ്രോത്തും ഡിവിഷനും ഒട്ടും പറ്റാത്തതാണ് ഈ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് സെൽ വാൾ നമുക്കിനി സ്റ്റെയിനിങ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഈ ഇത് ജസ്റ്റ് ഓർത്ത് വെക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മ്യൂറിൻ ഒരു കോമ്പണന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു പെപ്റ്റിഡോ ഗ്ലൈക്കൻ ആണ്. പിന്നെ സെൽ വാൾസ് ഓഫ് യൂക്കാരിയോട്ടിക് മൈക്രോബ്സ് ആർ ടിപ്പിക്കലി കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ഇൻഗ്രീഡിയന്റ് കോൾഡ് സെല്ലുലോസ് ഫൗണ്ട് ഇൻ ദ ആൽഗൽ സെൽ വാൾ ആൻഡ് കൈറ്റിൻ ഇൻ ദ ഫംഗൽ സെൽ വാൾ. അപ്പൊ ആൽഗൽ സെൽ വാൾ പ്ലാന്റ് എല്ലാം തന്നെയും സെല്ലുലോസ് ആണ്. ഫംഗൽ സെൽ വാൾസിൽ കൈറ്റിൻ ആണ് ഉള്ളത്. അപ്പൊ ഇത്രയും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് പറഞ്ഞു, പക്ഷെ ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. അപ്പോൾ തുടങ്ങിയത് മൈക്രോബയോളജി എന്താണ്, മൈക്രോബയോളജിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഇമ്പോർട്ടന്റ് സയന്റിസ്റ്റുകൾ എന്തൊക്കെയാണ്, മൈക്രോബയോളജിയിൽ വരുന്ന സബ് ഡിവിഷൻസ്, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. 2 സെൽസ് ഉണ്ട്, പ്രോകാരിയോട്ടിക് യൂക്കാരിയോട്ടിക്. പിന്നെ അവരുടെ ഷേപ്സ് പറഞ്ഞു, കോക്കസ്, ബാസിലസ്, സ്പൈറലം, സ്പൈറോക്കേറ്റ്സ്. പിന്നെ യൂക്കാരിയുടെ അണ്ടറിൽ വരുന്നത് ഫംഗസ്, പ്രോട്ടോസോവ, ആൽഗെ, വേംസിനെ പറ്റി പറഞ്ഞു. പിന്നെ വരുന്നതാണ് വൈറസ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞത് ബാക്ടീരിയൽ സെല്ലിന്റെ സ്ട്രക്ചർ, അത് ഔട്ടർ സ്ട്രക്ചറും ഉണ്ട്, ഇന്നർ സ്ട്രക്ചറും ഉണ്ട്. ഓരോ സ്ട്രക്ചറിനും അതിൻ്റെതായ ഡിസ്റ്റിങ്ക്റ്റ് ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ സ്ട്രക്ചറും ഔട്ടർ സ്ട്രക്ചറും പറഞ്ഞു. പിന്നെ സെല്ലിന്റെ മോർഫോളജി അനുസരിച്ച്, അതായത് കോക്കൈ, ബാസിലൈ, സ്പൈറൽ അനുസരിച്ച്, ഈ കോക്കയുടെ അനുസരിച്ച് ഡിഫറെന്റ് അറേഞ്ച്മെന്റ് അനുസരിച്ച് പല പേരുകളുണ്ട്. ഡിപ്ലോകോക്കൈ, സ്ട്രെപ്റ്റോകോക്കൈ, ടെട്രാഡ്, സാർസിനെ, സ്റ്റെഫൈലോ. ഇത്രയാണ് ആ ഒരു അറേഞ്ച്മെന്റ്. പിന്നെ ഫ്ലജല്ലയുടെ ഡീറ്റെയിലിംഗ് ഉണ്ട്. 3 പാർട്ടാണുള്ളത്. ബേസൽ ബോഡി, ഒരു ഹുക്ക്, ഹെലിക്കൽ ഫിലമെന്റ്, ഇത്രയുണ്ട്. ഇനി ഫ്ലജല്ല തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. മോണോട്രിക്കസ്, ലോഫോട്രിക്കസ്, ആംഫിട്രിക്കസ് ആൻഡ് പെരിട്രിക്കസ്. പിന്നെ ചില ബാക്ടീരിയാസിന് ഫ്ലജല്ല ഉണ്ടാവില്ല. അപ്പോൾ ഒരു മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് പെരിപ്ലാസ്മിക് ഫ്ലജല്ലാസ് എന്ന് പറയുന്നത് ഫ്ലജല്ല ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, ബട്ട് ദേ ആർ നോട്ട് ആക്ച്വൽ ഫ്ലജല്ല. പിന്നെ ബാക്ടീരിയൽ കീമോടാക്സിസ് എന്ന് പറയുമ്പോഴും ഓർക്കുക, മൈഗ്രേഷൻ ഇൻ റെസ്പോൺസ് ടു എ കെമിക്കൽ ഗ്രേഡിയന്റ്. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ടുവേർഡ്സ് ദ കെമിക്കൽ ആണെങ്കിൽ പോസിറ്റീവും, എവേ ഫ്രം ദ കെമിക്കൽ ആണെങ്കിൽ നെഗറ്റീവും. പിന്നെ പിലൈ എന്ന് പറയുന്നത് ബാക്ടീരിയൽ കോൺജുഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു. പക്ഷെ യൂസ് ചെയ്യുന്നത് എഫ് പിലൈ അല്ലെങ്കിൽ സെക്സ് പിലൈ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പിലൈ ആണ്, വിച്ച് ഇസ് മെയിൻലി ഡ്യൂറിങ് ദ ബാക്ടീരിയൽ മേറ്റിംഗ്. പിന്നെ ക്യാപ്സ്യൂൾ ആണ്, വിത്ത് എ വിസ്കസ് സബ്സ്റ്റൻസ് വിച്ച് ഇസ് കവറിംഗ് ദ സെൽ വാൾ ആണ്.
മൈക്രോ ക്യാപ്സ്യൂളും ഉണ്ട്, സ്ലൈമും ഉണ്ട്. മൈക്രോ എന്ന് പറയുമ്പോഴും ഓർക്കുക തിന്നാണ്, സ്ലൈം എന്ന് പറയുമ്പോഴും ഓർക്കുക അബണ്ടന്റ് ആണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.